അമേരിക്കൻ മാർക്കറ്റ് തകരാൻ പോകുന്ന വാർത്തകളാണ് ഇന്ന് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. ബിക്കോസ് എപ്പോഴൊക്കെ US തകർന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ലോകം മുഴുവൻ അതിന്റെ എഫക്ട് ഉണ്ടായിട്ടുണ്ട്. JP മോർഗൻ, ബെർക്ക്ഷയർ ഹത്താവേ തുടങ്ങിയ ഫൈനാൻഷ്യൽ കമ്പനീസ് എല്ലാം ഈ ഒരു ക്രാഷിനെ എക്സ്പെക്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് US തകരുമെന്ന് പറയുന്നത് എന്ന് വിശദീകരിക്കുന്നത് കുറച്ച് ടെക്നിക്കൽ ആണെങ്കിലും ഐ വിൽ ഗിവ് യു ദ എക്സാക്ട് പിക്ചർ. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ക്രാഷ് ഉണ്ടായ രണ്ട് സമയങ്ങളാണ് 1929 ഗ്രേറ്റ് ഡിപ്രഷനും 2000 .com ബബിളും. ഈ രണ്ട് സമയങ്ങളിലും മാർക്കറ്റ് ക്രാഷ് ആകുമെന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത 3 സിഗ്നലുകളുണ്ട്. ആ 3 സിഗ്നലുകളും ഇന്ന് US മാർക്കറ്റിൽ കാണിക്കുന്നു. സിഗ്നൽ നമ്പർ 1, എല്ലാ ഫണ്ടുകളും ഒരൊറ്റ സെക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. .com ബബിളിന്റെ സമയത്ത് അത് ഇന്റർനെറ്റ് ഓർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനീസിലാണെങ്കിൽ ഇന്നത് AI ഓർ AI റിലേറ്റഡ് ടെക് കമ്പനീസിലാണ്. ബിക്കോസ് എവ്രി വൺ ഈസ് എക്സ്പെക്ടിങ് AI ഈസ് ദ ഫ്യൂച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം US മാർക്കറ്റ് ഓരോ ദിവസവും ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബട്ട് ഓൾ ഓഫ് ദിസ് ഈസ് ഫ്യൂൾഡ് ബൈ ദിസ് മാഗ്നിഫിക്കന്റ് AI കമ്പനീസ്. Nvidia now valued at $4.3 trillion. S&P 500ന്റെ 50% കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ AI കമ്പനീസിലാണ്. സോ ഒരു ചെറിയ മാർക്കറ്റ് കറക്ഷൻ തന്നെ ആ കമ്പനീസിൽ ഉണ്ടാകുമ്പോൾ ദ എൻറ്റയർ മാർക്കറ്റ് വിൽ ബ്ലീഡ്. ഇത് തന്നെയാണ് ഇന്റർനെറ്റ് ബൂമിന്റെ സമയത്തും സംഭവിച്ചത്. സിഗ്നൽ നമ്പർ 2, ഷില്ലർ PE റേഷ്യോ ഈസ് സോ ഹൈ. ഐ നോ ദിസ് ഈസ് വെരി ടെക്നിക്കൽ. വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ മാർക്കറ്റിന്റെ വാല്യുവേഷൻ അളക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് ഷില്ലർ PE റേഷ്യോ. ഷില്ലർ PE റേഷ്യോ ഹൈ എന്നതിന്റെ അർത്ഥം മാർക്കറ്റ് വാല്യുവേഷൻ ഈസ് സോ ഹൈ എന്നാണ്. 1929 ക്രാഷിന്റെ സമയത്ത് ഷില്ലർ PE റേഷ്യോ 32 ആയിരുന്നു. 2000 ക്രാഷിന്റെ സമയത്ത് അത് 40-അടുത്തായിരുന്നു. ഇന്നത് 40 കടന്നു പോയിരിക്കുന്നു. ദാറ്റ് മീൻസ് മാർക്കറ്റ് വാല്യുവേഷൻ ഈസ് എക്സ്ട്രീംലി ഹൈ. മൂന്നാമത്തെ സിഗ്നൽ, US മാർക്കറ്റിൽ yield curve ഇൻവേർഷൻ കാണിക്കുന്നു. അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്ന സിറ്റുവേഷൻ ആണിത്. ഈ ഇൻവേർഷൻ കാണിച്ചാൽ 12 to 18 മന്ത്സിനുള്ളിൽ റിസഷൻ വരുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ എപ്പോഴൊക്കെ US റിസഷൻ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ഇൻവേർഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ട്രംപിന്റെ താരിഫ് നയങ്ങളും മറ്റും അമേരിക്കയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ഇതുകൊണ്ടെല്ലാമാണ് വാറൻ ബഫറ്റിന്റെ ബെർക്ക്ഷയർ ഹത്താവേ അവരുടെ പോർട്ട്ഫോളിയോയുടെ 28% ബാങ്ക് ഓർ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അവർ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ക്യാഷായി കയ്യിൽ വെക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ എക്സ്പെക്ടിങ് സംതിങ് ബിഗ്. മാർക്കറ്റ് കൃത്യമായി പ്രവചിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പക്ഷേ ചില ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുമ്പോൾ, ചില സിഗ്നൽസ് കാണിക്കുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ. സോ ഡൈവേഴ്സിഫൈ യുവർ സ്റ്റോക്ക്, ഇൻവെസ്റ്റ് വൈസ്ലി, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.